നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തിനായി പരീക്ഷണം? ഞാൻ കുറച്ചു നേരമായി ഇവിടെ ഒരുക്കി തീരുക. എവിടെ എത്താൻ പോയി ഒളിച്ചിരിക്കുന്നത്? എവിടെയാണെങ്കിലും ഒന്ന് ജീവനോടെ ഉണ്ടെന്നറിഞ്ഞാ മതി. ശ്വാസിക്കുന്നതൊക്കെ നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേടി മോളെ. എനിക്കിനി ആരാ ഉള്ളത്? എല്ലാം പോയില്ലേ? ദൈവമേ, ഞങ്ങൾക്കിനി ആരുണ്ട്? ചേട്ടാ, ഈ എന്താ സംഭവം? ഇപ്പൊ കടലിൽ ചാടിച്ചാത്ത പെണ്ണില്ലേ, അതിന്റെ അച്ഛനും അമ്മയാ. ഞങ്ങളോട് ഈ ചതി കാണിച്ചല്ലോ നീ. ഞാൻ പറഞ്ഞില്ല ആശാനെ, നമ്മളിന്ന് ടെൻഷൻ അടുപ്പിക്കണമെന്ന് ഈശ്വരൻ ഉണ്ടായിരുന്നുള്ളൂ. അത് നടന്നു. ഏടത്തേമ്മ അവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. ചിലപ്പോ ആശാനെ തിരക്കി നിൽക്കുന്നുണ്ടാവും. ഉറപ്പാ ആശാനെ, ഏട്ടത്തമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ആശാൻ ധൈര്യമായിട്ടിരിക്കേ. ഞങ്ങൾക്കിനി ആരുണ്ട്? ഞങ്ങൾ എങ്ങനെ സഹിക്കും ദൈവമേ? അവള് അത് മാഡം അല്ല. മാഡമായി അടുപ്പമുള്ള 1-2 സ്റ്റാഫുകളുണ്ട്. ഇനി അവരുടെ വീടുകളിൽ എങ്ങനെ പോയിട്ടുണ്ടോന്ന് ഞങ്ങളൊന്ന് അന്വേഷിക്കാം. എന്തായാലും എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ അറിയിക്കണം. ഞാനും അറിയിക്കാം. ഈ ഭാഗത്ത് ശാലിയെ കണ്ടവരുണ്ടെന്ന് പറഞ്ഞറിഞ്ഞ് ഞങ്ങളിവിടെ ഒന്നുകൂടി അന്വേഷിക്കാം. ശാലിയെ കൊണ്ടല്ലാതെ എനിക്ക് മടങ്ങാൻ കഴിയില്ല. ഏറ്റവും വലിയൊരു കടമ്പയായി ഇപ്പൊ കടന്നത്. ഇനി എന്തായാലും അതുപോലൊരു പരീക്ഷണം ഉണ്ടാവില്ല. അത്രയ്ക്കും തീ തിന്നു. എന്തായാലും എന്തുണ്ടായാലും ഞങ്ങളെ വിളിച്ച് പറയണം. ഞങ്ങളാ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും കൂടി ഒന്ന് നോക്കട്ടെ. എങ്ങോട്ടേക്കെങ്കിലും യാത്ര മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടോന്ന് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് പോവാൻ രാമേട്ട. ആശാൻ ഇവിടെ നിൽക്ക്. ഞാൻ പാറക്കൂട്ടത്തിന്റെ ഇടയിലൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം.
ഇയാൾ എന്നെ ഇട്ടിങ്ങനെ ഓടിക്കുന്നേ? ഒരായുസ് മുഴുവൻ കരഞ്ഞു തീർക്കാനുള്ള സങ്കടമാ ഞാൻ ഈ കുറച്ച് നിമിഷം കൊണ്ട് അനുഭവിച്ചു തീർത്ത്. ഇതുകൊണ്ട് താൻ എന്താ നേടിയ? എന്തിനായി പരീക്ഷണം? ഞാൻ കുറച്ചു നേരമായി ഇവിടെ ഒരുക്കി തീരുക. എവിടെയാ താൻ പോയി ഒളിച്ചിരിക്കുന്നത്? എവിടെയാണെങ്കിലും ഒന്ന് ജീവനോടെ ഉണ്ടെന്നറിഞ്ഞാൽ മതി. ദേവി, ഞാൻ ദിവസവും തിരി കത്തിക്കാറുള്ളതല്ലേ? ദിവസവും എന്റെ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുള്ളതല്ലേ? എന്നിട്ട് എന്താ എന്റെ കുട്ടിക്ക് സംഭവിച്ചത്? എന്റെ മോളെ വിളിച്ചിട്ട് പോലും കിട്ടുന്നില്ല. ദേവി, എവിടെയാ, എങ്ങോട്ടാ പോയതെന്നറിയാതെ ഞാൻ എന്ത് ചെയ്യും? സഹായത്തിന് പോലും ഒരാളില്ലെന്നറിയാലോ. പിന്നെ എന്തിനാ എന്നെ ഇട്ടിങ്ങനെ തീ തീറ്റിക്കുന്നത്? ഈ രാത്രിയില് ഞാനിത് എവിടെ പോയി നോക്കാനാ? ആകെ ഒരു സഹായത്തിന് വരുന്നത് വിഷ്ണുവാ. ആ വിഷ്ണുവിനെ കുറിച്ച് ഒരു അറിവുമില്ല. ഇനി വിഷ്ണു ശാലിനിയെ തിരക്കി നടക്കുവാണോ? ഒരു ആശ്രയവും ഇല്ലാതെ അവിടുത്തെ മുന്നിൽ നിന്ന് കരയാനല്ലേ എനിക്ക് കഴിയൂ. സങ്കടങ്ങൾ കണ്ടാൽ അലിയുന്ന ആളല്ലേ, കണ്ണീര് കണ്ടാൽ ആശ്വസിപ്പിക്കുന്ന ആളല്ലേ. എന്നിട്ടും എന്തിനാ ദേവി എന്നെ മാത്രം ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത്? എന്നും തിരി കത്തിക്കുമ്പോ ആദ്യം രക്ഷിക്കണേന്ന് പറയുന്നത് എന്റെ ശാലിനി മോളെ കുറിച്ച് മാത്ര, അവളെ കുറിച്ച് മാത്ര എനിക്കിപ്പോ ആവലാതെയുള്ളത്. എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ ഒരുപാട് ദുരന്തങ്ങൾ അങ്ങ് കാണേണ്ടി വരുവേ. വിഷ്ണു അവൻ പിന്നെ ജീവിച്ചിരിക്കില്ല. ശാലിനി ഇല്ലാത്ത ലോകം അവന് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ദേവി, എനിക്ക് എന്റെ മോളെ കിട്ടണം. എന്റെ മുന്നിൽ കൊണ്ടുവന്ന് തരണം. എനിക്ക് പറയാൻ വേറെ ആരുമില്ല. എല്ലാത്തിനും ഈ ഒരു ആശ്രയമേ ഉള്ളൂ. എന്റെ മോളും ഇവിടെ തിരികത്തിച്ച് പ്രാർത്ഥിക്കുന്നത് കാണുന്നതല്ലേ. പിന്നെ എന്തിനാ അവളെങ്ങനെ കണ്ടില്ല എന്ന് നടിക്കുന്നത്? ഒന്നും സംഭവിക്കാതെ എന്റെ കുഞ്ഞിനെ എനിക്കിങ്ങ് തിരിച്ചു തരണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.